ഞാൻ സിനിമ കണ്ടിട്ടില്ല. തല്ലുമാലയ്ക്ക് ശേഷം ഒരു ബോക്സിംഗ് ഒരു സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ തല്ലുമാല പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തൊരു സിനിമ തന്നെയാണ്. ഇത്ര ഒരു സബ്ജക്റ്റാണ് കാലത്തിന് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നത്, എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ 7 മണിക്കാണ് ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും, ഒരു ഭയപ്പാടുണ്ടായിരുന്നു. സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും, ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്തരമുള്ള ഒരു ട്രൈയും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് തന്നെയാണ്. ഇവരെ മെരുക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന പറയുകയാണ്. പല വേറെ ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോഴാണ് റൈറ്റപ്പ് ഇവരെ ഒന്ന് മെരുക്കിയെടുക്കാൻ കാലത്ത് കുറെ കഷ്ടപ്പെട്ടതാണ്. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെ എത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഒരു ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഒരു ഇപ്പം സിനിമയാണെങ്കിൽ തന്നെയും ആയത് അവർ ഐഡിയയിൽ വിശ്വസിച്ച് ഇറങ്ങുന്ന ഒരു കൂട്ടമാണല്ലോ. അപ്പോൾ ഈ പ്രീ വർക്ക് എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി ഒരു 6 മന്ത് സ്റ്റാർസ് തന്നെ ഇതിൻ്റെ അത് ടൈം സ്പെൻഡ് ചെയ്യുക ഇപ്പൊ എന്ന് പറയുന്നത്. ഇപ്പൊ കലിംഗ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് എന്ന അർത്ഥത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നെസ്ലിനെ പോലെ ഇപ്പം പീക്കി നിൽക്കുന്ന ഒരാള് അയാളുടെ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പം ബേസിക്കലി അത് എങ്ങനെയായിരുന്നു നോക്കി കണ്ട ഒരു ഡയറക്ടർ? അത് ഭയങ്കര ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു 6 മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആൾ റെഡി ആകുമ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള. അപ്പൊ അത്രയും പേര് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും. അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കി കഥയോടും വന്നത്. അവരതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഈ നെസ്ലിനേക്ക് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? കാരണം നെസ്ലിൻ ഇതേപോലത്തെ ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നെസ്ലിൻ എങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് ഉണ്ടായത്, നെസ്ലിൻ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണെന്നുള്ളത് തോന്നിയത്? നെസ്ലിൻ ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു നെസ്ലിൻ. നമ്മൾ വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ഒരു ജോജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല. എന്തോ അദ്ദേഹം അത് ആദ്യമായിട്ട് കേട്ടു, ഓക്കെ പറഞ്ഞു, പിന്നെ എല്ലാം കൂളായിട്ട് പോയി. നെസ്ലിന് കഥ കേട്ടപ്പോൾ എന്തോ സിക്സ് പാക്ക് നായകൻ അതൊട്ടിച്ചതില്ല. അല്ല, ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല ഈ ജേണിയിലും ഇവരെല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ടാണ് ആ സ്ക്രീനിൽ അതിന്റെ ആ രസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഈ ജെൻസി കോഴി ടൈപ്പൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഒരു പ്രത്യേകം സാധാരണ കോഴിന്ന് ക്ലാസ്സിൽ കൊണ്ടുപോകുന്നു അല്ല, ആ ടൈപ്പാണ് ജെൻസി. ഇപ്പോഴത്തെ ഒരു ജെൻസ് വൈബിലുള്ള ഒരു കോഴിത്തരാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ്, ആരെയാണ് ഇൻസ്പിറേഷൻ ഈ കോഴികൾ? തീർച്ചയായിട്ടും നമ്മളുടെ ഡയലോഗ് റൈറ്റർ. പിന്നെ ഈ കൂട്ടത്തിൽ ആരാ അതിന് ബോക്സിംഗ് പടങ്ങൾക്ക് ഒരു ആർക്കുണ്ടല്ലോ, ഒരു ഇൻസ്പിറേഷൻ ആർക്കുണ്ടല്ലോ. അവസാനം ഇപ്പം സാർപ്പെട്ട പരമ്പരയിലും ക്രീഡയിലും എല്ലാത്തിലും നമുക്കൊരു ആവേശം കിട്ടുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരു ആർക്ക് അല്ലാതെ മാറ്റി പിടിക്കാം. അതായത് ഒരു ടീനേജ് പിള്ളേർ സ്പോർട്സ് ചൂസ് ചെയ്യുന്നു ഒരു കാര്യത്തിന്, ആ ഒരു ഐഡിയ എവിടുന്നാണ്? അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ബോക്സിംഗ് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതല്ല.
എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ അത് എന്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആ ഐഡിയ ഇൻസ്പയർ ആയപ്പോഴാണ് എന്നാ പിന്നെ അത് ബോക്സിംഗ് സിനിമയാക്കാം, അത് ബോക്സിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബോക്സിംഗ് സിനിമയായിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. ഒരിക്കലും നമ്മളതൊരു ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഒരു ഇതിന് മുമ്പുണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു ഫോർമാറ്റിലും അത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനോ ആലോചിച്ചിട്ടില്ല. എന്തായിരുന്നു അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അതിന്റെ മാക്സിമം ഹോണസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിറ്റുവേഷൻസ് നിങ്ങൾ പറഞ്ഞ പോലെ അതുണ്ടാവുന്നത്. ഇതില് നോർമലി ഇങ്ങനെ ഒരു ചിത്രങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു റഹ്മാൻ പടം എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്, ആളുകൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. തലിമാലയൊക്കെ ഇറങ്ങിക്കൊണ്ടാക്കിയ ഒരു ഹൈപ്പ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ആളുകൾ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. അത് പ്രഷർ ഇങ്ങനൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് പ്രഷറായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ സമയത്തെല്ലാം നമ്മൾ സിനിമയുടെ പ്രോസസ്സിലായിരുന്നല്ലോ. അപ്പോൾ ആ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു, നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറുകളൊന്നും അങ്ങനെ എഫക്റ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ആലപ്പുഴ ജിങ്കാനൊക്കെ ഒരു എൻട്രി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ കാൻഡിഡേറ്റും വരുമ്പോൾ, അത് ആദ്യം തന്നെ അതിനൊരു ഐഡിയ ഉണ്ടായിരുന്നു ഈ സോങ് സെറ്റ് ചെയ്യാൻ ആ ലെവലിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും മത്സരാർത്ഥികൾ ബോക്സിങ്ങിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ ഉറപ്പായിട്ടും സ്ക്രീൻ പ്ലേയുടെ ബേസിലാണ് നമ്മളത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ഉണ്ടല്ലോ. ഇപ്പം റിക്കിന്റെ ഉള്ളിൽ നടക്കുന്ന പോർഷൻ ആണെങ്കിലും ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സലൊക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഷോർട്സ് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോഫിൽ അദ്ദേഹം അവിടെ ഉണ്ട്. സർ കൊറിയോഗ്രാഫി ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത് ഇവരെല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുള്ള ജോഫിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഖാലിദ് ഇവർ രണ്ടുപേർക്കുമാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണലായിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷനിൽ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ സെലക്ഷൻ ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ഒന്ന് അപ്പുറത്തേക്ക് അവരും കൂടെ നിൽക്കുമ്പോൾ സിനിമ വിജയിക്കുള്ളൂ. അതെങ്ങനെയായിരുന്നു അവരെ ഒരു സെലക്ഷനിലേക്ക് എങ്ങനെയാണ് പോയത്? അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളുടെ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്കെല്ലാം കളക്റ്റീവായിട്ട് ചെയ്തത് എല്ലാം ജോഫിലാണ്. ജോഫിലിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സാണ് അവരെല്ലാവരും. അതില് യദു, സനു, വൈഷ്ണവ്, അക്ബർ അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ കൂടാതെ അനഘയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടി അവരിപ്പോ മെരികോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. സോ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി ബോക്സിംഗ് അറിയാവുന്ന ആളുകളുടെ ഇൻവോൾവ്മെന്റ്. ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്, അതിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള ഷോർട്സും ചോദിക്കാം, എത്ര നേരം വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ഇനിയും കൂടുതൽ എന്താണ് ചെയ്യാനുള്ള സാധ്യതകൾ ചോദിക്കും. പിന്നെ നസ്ലിനെ പോലുള്ള ഒരു ആക്ടർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താ? നസ്ലിൻ അവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഇപ്പൊ പറയപ്പെടുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓവർകം ചെയ്യേണ്ടതുണ്ട്? ഇല്ല, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്, അവരുടെ എനർജി, അവരുടെ ടൈം എല്ലാം ഈ സിനിമയ്ക്കും എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ്സ് ആണ്. ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ആലപ്പുഴ ജിംഖാന പോലെ ഇത്രയും ആളുകളുള്ള സിനിമ, ഇപ്പൊ ഈ സിനിമയുടെ ഒരു പ്രത്യേകത നസ്ലിന് ഒരു നായക സ്ഥാനത്തുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ച റോളുകളാണ് റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരുള്ള സിനിമ, ഇത്രയും
നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ, ക്രൗഡുള്ള സിനിമയൊക്കെ ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ്? അതായത് ചോദ്യം ഇപ്പൊ ഒരു സീനിനകത്ത് ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, അതായത് 5, 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ്, ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് തമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളത് കമ്പോസ് ചെയ്യും? 1, 2 പേര് വർത്താനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളത്. യെസ്, അത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഈ പടം തുടങ്ങിയ സമയത്ത് ഞാൻ റഹ്മാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ, എസ്പെഷ്യലി ഇന്റീരിയർ, എനിക്ക് ഒരു ജിമ്മാണെന്ന് തോന്നുന്നു. നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ പറഞ്ഞു, നമ്മൾ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുവാണ്. പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് തീരുമ്പോഴും നമ്മളത് 1 മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം. അപ്പൊ ഇത്രയും പേരുള്ളപ്പോൾ വി ഹാവ് ടു എക്സ്ചേഞ്ച് ലൈക്ക് ലോട്ട് ഓഫ് ഷോട്ട്സ്. എല്ലാവരുടെയും ഷോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും സജഷൻസിൽ വൈഡും 3/4 ഷോട്ടുകളും ഇൻഡിപെൻഡന്റ് ഷോട്ടുകളും ക്ലോസപ്പുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഇനിഷ്യലി ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. മോർ ടോക്കി സീൻസും ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിനാണ്. ബട്ട് ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു. നമ്മളെല്ലാ ആർട്ടിസ്റ്റിനെയും വിളിച്ചിട്ട് തന്നെ നമ്മൾ ഒരു സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ന ആൾ ഇവിടെ ഇരിക്കൂ അല്ലെങ്കിൽ ഇന്ന ആൾ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന പോലെ അല്ല. നമ്മൾ എല്ലാ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ സ്പോട്ടിൽ സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു ലിബർട്ടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എടാ ഇതിപ്പോ നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റിൽ നമ്മളത് ട്വീക്ക് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. താങ്ക് യു, ഗുഡ് ക്വസ്റ്റ്യൻ. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ടൈറ്റിൽസിലൊക്കെ തന്നെ ആണെങ്കിലും ടാരന്റീനോന്റെ ഒക്കെ പോലത്തെ ടൈറ്റിൽസിന്റെ ഒക്കെ ഒരു പ്രഭാവം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്റൻഷനിൽ നിങ്ങൾ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്യുന്ന ഡയറക്ടറുടെ മൈൻഡിലുണ്ടായിരുന്നു? ബേസിക്കലി ടൈറ്റിലിനെ കുറിച്ച് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിസിഷനൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് വന്ന കേസാണ്. പക്ഷെ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വൺസ് ഇറ്റ് കംസ് ടു ദ പാലറ്റ് ആൻഡ് ദ കളർ ടോൺ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് എന്താണോ അത്രയും ക്ലിനിക്കലായിട്ട് നമ്മളതിന്റെ ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല. ബട്ട് യെസ്, പാലറ്റിനെ കുറിച്ചൊക്കെ ഒബ്വിയസ്ലി നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. സോറി, ഈ തല്ലുമാലയിൽ ഒരു 360 ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഒരു റിഗ് ഒക്കെ ഡിസൈൻ ചെയ്യണമെന്നാണ് തിയേറ്റർ ഫൈറ്റിന് വേണ്ടി. സോ അതന്ന് ആരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ലായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ച്. ജിംഖാനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എക്വിപ്മെന്റ് തന്നെ മേക്ക് ചെയ്യോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു ലെൻസ് കിറ്റ് പർച്ചേസ് ചെയ്യോ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ്. അതായത് ജിംഖാനയിൽ എസ്പെഷ്യലി ഞാനൊരു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ മനസ്സിലാവും, ഞാൻ പ്രോബബ്ലി ഒരു ട്രൈപോഡ് പോലും യൂസ് ചെയ്തിട്ടില്ല. ടെക്നിക്കാലിറ്റി അറിയുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, ഞാനൊരു റോപ്പ്, ഒരു റബ്ബർ റോപ്പ് ടോപ്പിൽ നിന്ന് റിങ്ങിന്റെ നടുക്ക് ടോപ്പിൽ നിന്ന് ഒരു റബ്ബർ റോപ്പ് ഇറക്കിയിട്ട് അതിലൊരു ഫിംഗറിങ്ങിനകത്ത് ബ്രെയിനും ലെൻസും മാത്രം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് സാധാരണ നമ്മുടെ മൂവി ക്യാമറയിൽ സൗണ്ടിന്റെ അതിന്റെ ചെറിയ കോമ്പണൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടും, അതിന്റെ വോളിയം കൂടും. അതൊക്കെ മാക്സിമം ചെറുതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ദ ബ്രെയിൻ ആൻഡ് ദ ക്യാമറ. പിന്നെ ഞാൻ അതിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ബട്ട് യാ, ക്വസ്റ്റ്യന് ഞാനത് ഒന്നും ചെയ്തിട്ടില്ല, ഹാൻഡിൽഡായിരുന്നു മൊത്തം. ഈ ആലപ്പുഴ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറെ ഷോട്ടുകളുണ്ട് നമ്മുടെ കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ബാക്ക് വാട്ടേഴ്സ്, ബോട്ട്, ഇതിനെ റീഇമാജിൻ ചെയ്യാന്നുള്ളത്, ക്ലീഷ ബ്രേക്ക് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ട് വന്നു? ഇല്ല, ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ആലപ്പുഴ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ബേസിക്കലി നമ്മള് കണ്ട ലൊക്കേഷനിൽ ഏതൊക്കെ ലൊക്കേഷൻ കണ്ടു അതിൽ ഏതൊക്കെ ഓക്കെ ആയി, അവിടെ എത്ര നല്ല ക്ലിനിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വെക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും മുകളിൽ വർക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പടം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫാൻസി ആയിട്ടൊന്നും അതിൽ കാണാനും പറ്റില്ല. ഇറ്റ്സ് വെരി കണ്ടംപററി ആണ് ഇപ്പോഴും സിനിമ. ഫസ്റ്റ് ഹാഫ് ഒക്കെ അല്ലേ വളരെ ലൈറ്റ്, അനുരാഗരിക്കും വെള്ളത്തിനേക്കാൾ ലൈറ്റ് ആണ് ഫസ്റ്റ് ഹാഫ്.
ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അത്രയും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ളൂ. പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരല്ലേ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു. ചേട്ടാ, ഈ സിനിമയിൽ ഒരു ഡയറക്ടർ മാത്രമല്ല ഒരു നിർമ്മാണ പങ്കാളിയും കൂടിയാണ്. അപ്പോൾ ഒരു 6 മാസത്തെ പ്രോസസ്സ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ നല്ല കോമഡി കളിച്ച് നടന്നിരുന്ന നസ്ലനെയാണ് ഒരു ആക്ഷൻ മൂഡുള്ള തലത്തിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ടാവില്ലേ? മീൻസ് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഒക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? നസ്ലനെ എങ്ങനെ മാനേജ് ചെയ്തു? അല്ലെങ്കിൽ ഈസി ആയിരുന്നു? എല്ലാം ഓക്കെ എന്നായിരുന്നു? ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 seconds 1 minute എക്സ്ട്രാ സ്പാർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സ്പാറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാവും. അല്ല, അപ്പൊ നസ്ലൻ ഒരു ഇടി കൊണ്ടിട്ടുണ്ടോ? എല്ലാം ക്യാമറ ട്രിക്കൽ കൊണ്ടേക്കുന്നില്ല. പിന്നെ നസ്ലനോടൊരു ചോദ്യം. ഇപ്പൊ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്ക ഉണ്ട്. അപ്പോൾ നസ്ലന്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷെ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്രന് ആദ്യമായിട്ടാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പം ഒരു റിലീസ് വരുന്നത് നസ്രന്റെ കരിയറിൽ. അപ്പൊ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിച്ചില്ല. നമുക്ക് സമയം കിട്ടിയില്ല ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇതിന്റെ തിരക്കിൽ നിന്ന് വേണ്ടിയിട്ട് വേണം ബസൂക്ക ആണെങ്കിലും അരുണവാസ് ആണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞില്ല. അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടർ ഇല്ല അതില് ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചും കൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം ആൾക്കാരെ ഒരു അനുഗ്രഹം തോന്നുന്നത്. ഖാലിദ് റഹ്മാൻ ഇപ്പം മഞ്ഞുപോൽ ബോയ്സിൽ ഡ്രൈവർ ചേട്ടനായിട്ട് തകർത്താടിയതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിലേക്കൊരു അവസരം നോക്കിയില്ലേ? ഇപ്പോൾ സ്വന്തം പടമാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ഇതെല്ലാ പടത്തിലും ചെറിയ ഷോട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിലേക്കൊരു ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല. കാരണം ഒരുപാട് ജോലികൾ വേറെ സൈഡിലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ചെയ്യാനറിയാവുന്നവർ പടത്തിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് ചെയ്തില്ല. മഞ്ഞുമൽ ബോയ്സിൽ ഗണു ചേട്ടനാക്കി ഗണുവിനാക്കി ഗണപതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കൂടുതൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. പറഞ്ഞിരുന്ന കാര്യമുണ്ട്. അതായത് കഥ മുഴുവനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അതായത് അന്നൊക്കെ അറിയാം, അന്ന് എന്താ ഷൂട്ട് ചെയ്യാൻ ആ പ്രോസസ്സിന്റെ കാര്യം എന്താ? അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല അതെന്താണ് അടുത്ത്. അപ്പോൾ ആലോചനകൾ നടക്കേണ്ടാവില്ല. അപ്പോൾ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മള് ചാടക്കി
അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കും, അതുകൊണ്ട് പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിലവിൽ. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ഞാൻ പിക്ക് ചെയ്യാൻ കാരണം. അതാണ് ഇതുവരെ ചെയ്തതിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, മൊത്തത്തിലുള്ള മൂഡ് കാര്യമാണ് പടത്തിൻ്റെ. അപ്പോൾ അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്തത് ഈ പ്രൊജക്റ്റിൽ. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനില് കണ്ടെല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അതൊക്കെ പോയി. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ അത് 6 മാസത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറാണ് ഞങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പൊ അതിന്റെ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ ആയതുകൊണ്ട് വേറെ ഇതായില്ല. അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ഈ 6 മാസത്തെ വർക്കിന് ചില പലരും എന്താ VFX തട്ടി. ഇന്നലെ 2 ദിവസം മുന്നേ ഒരു ചോദ്യം തന്നെ ഒരു ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ഈ 6 മാസം 6 പാക്ക് വരാൻ വേണ്ടിയിട്ട് 6 മാസം വർക്കൗട്ട് ചെയ്ത്, പക്ഷെ അത് പലരും 6 പാക്ക് അല്ല VFX ആന്ന് പറയും നേരിട്ട് പറയുമ്പോൾ. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്? തല്ലുമാല ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോവിനെ അടിക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാര്യമൊക്കെ വന്നിട്ട് ചെവിയിലിങ്ങനെ പറഞ്ഞിട്ട് ഒന്നും നോക്കണ്ട, നീ ശരിക്കും അങ്ങോട്ട് കൊടുത്തു. ഇന്റർവ്യൂല് തന്നെ ഒന്നും നോക്കണ്ട, ശരിക്കും കൊടുത്തോന്നൊന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു. ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ശരിക്കും കൊടുക്കാനൊരു അവസരം കിട്ടിയിരുന്നു? ഇല്ല, ഇതിലങ്ങനെ ശരി ഒരു തവണ ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നത് അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് അങ്ങനെ തോന്നണം, അങ്ങനത്തെ ഷോട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, വേണ്ടി ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? താങ്കളും നിർമ്മാതാവാണ്, സംവിധായകനാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു പോകുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബജറ്റ് പുറത്ത് വിടുക, അതിൻ്റെ എത്ര രൂപയാണ് മുടക്ക്, എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത്, അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുന്നൊരു ഘട്ടം വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയിരുന്നു. തൻ്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ട് ചെയ്തത്? ഇപ്പോൾ ആലപ്പുഴ ജിങ്കാനൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയും ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്ന് താങ്കളും നിർമ്മാതാവും കൂടെ ആയതുകൊണ്ട് ചോദിച്ചു, അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റൈറ്റ്സുകൾ ഇത്ര എമൗണ്ട് ആ തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു നടനെയും ബാധിക്കും. ആ നടന്റെ സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നുള്ളൂ, ആ നടനെയും ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറിനെയും ബാധിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാകും. ഞാനൊരു നിർമ്മാതാവ് ഇന്നാണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മാസ അവസാനവും പുതിയ മാസങ്ങളിലും ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹൈദർക്ക് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ്.
നെസ്ലിനെ ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം ചർച്ചയാവുന്നുണ്ട്. നെസ്ലിലൊക്കെ സിനിമകൾ ഇങ്ങനെ വിജയിച്ചിങ്ങനെ പോയി, അപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നു, അത് ഇത് നിയന്ത്രിക്കണം, ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമകളുടെ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അല്ല, നമ്മളൊരു സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രതിഫലം കൂട്ടണം. അപ്പോൾ അതിനെതിരെ ഒരു ശബ്ദം ഉയർന്നു. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടുന്നു, 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു. അത് നിങ്ങളെപ്പോലുള്ള ഇപ്പോൾ വരുന്ന യുവ തലമുറയ്ക്ക് അത് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നെസ്ലിൻ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെയുള്ളവർ പറയണ്ട കേട്ടോ, നിങ്ങളെല്ലാവരും പറയണ്ട, നിങ്ങളെല്ലാം നല്ല ആക്ട്രസ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നുണ്ടോ? ലുക്കു പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ, എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്ട് ഓണായി വരുന്നുണ്ട്. അപ്പൊ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ എന്താ ചോദിച്ചത്? പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു, അത് സിനിമയ്ക്ക് പരാജയം വരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അതിപ്പോ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ കറക്റ്റ് പൈസ വാങ്ങുള്ളൂ. അപ്പൊ അത് ഓക്കെ, ഇതൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അറിയില്ല എങ്ങനെയാണ്. അല്ല, ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോ ഒരു വിഷയമാണല്ലോ ഒരു താരത്തിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. വാർത്തകൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. അത് നമുക്ക് അറിയുമ്പോഴല്ല അതിന്റെ അത്തരം സ്റ്റാർസ് ഒക്കെ വാങ്ങുമ്പോഴായിരിക്കും അറിയില്ല. ഇനി അങ്ങനെ ആവുമ്പോ ഞാൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ പരാതിപ്പെടേണ്ട കാര്യമുള്ളൂ. ഇല്ല, എനിക്ക് അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ എനിക്കറിയില്ല, ആ അത്ര മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഹാപ്പിയാണ്. ഇപ്പം ഉണ്ടാകുന്ന പരിപാടികളിലൂടെ നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല. അതുകൊണ്ടാണ് ഗണപതി ഈ പടത്തിൽ തന്നെ മാസ് മൊമെന്റ്സിൽ 1-2 ഗണപതിനെ ചുറ്റിപ്പറ്റിയാണ് ബോക്സിങ്ങിനകത്ത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഗലതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഇത്രയും കാലം ലോങ് ചെയ്യേണ്ട വന്ന ഒരു തിയേറ്റർ മൊമെന്റ്, ആളുകൾ കൈയടിച്ചിട്ട് ഒരു മാസ് മൊമെന്റ് കിട്ടാൻ അങ്ങനെ ഫീൽ ചെയ്തത് പടം കണ്ടപ്പോൾ? ഉറപ്പായിട്ടും നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രകാലം ഞാൻ ചെയ്തതൊരു ഹ്യൂമർ ഇതാണ്, ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെക്കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുക. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ആക്ടർക്ക് ഒരു സ്റ്റാർ ഇമേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ കോമ്പോണന്റ് ഉണ്ടെന്ന് കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ലുക്കുവിന് നമ്മുടെ തല്ലുമാലയിൽ അങ്ങനെ കുറെ ഷോർട്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ലൈഫിനെ തന്നെ വേറെ രീതിയിൽ മാറ്റിയിട്ടുണ്ട് ആസ് എൻ ആക്ഷൻ സ്റ്റാർ എന്നുള്ളത്. അപ്പം ഒരു ആളെ കൊണ്ട് മാസ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗണപതിക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രാങ്കർ കൊടുത്തിട്ടുണ്ട് പടത്തിനകത്ത്, ജിം കലക്കിയത്. അങ്ങനെ ഒരു സ്റ്റാർ ആളുകളെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ് ഒരു ആക്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? മാസ് അതെനിക്കറിയില്ല. ഇപ്പോൾ ഒരു നമ്മൾ സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസിന് അത് കുറച്ചുകൂടെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളാണല്ലോ ഡെവലപ്പ് ചെയ്യുക. ക്യാരക്ടറിനെയും സീനിനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അതിൻ്റെ ആ ഒരു ലിഫ്റ്റിലേക്ക് വരിക. അപ്പോൾ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 to 50% നമ്മളത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിൻ്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റി ആണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകരാണ്, സിനിമാ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും, ഇയാൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനും കൂടി ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ സിനിമയ്ക്ക് പുറത്ത് മമ്മൂക്കയുടെ ഒരു സ്റ്റാർ ഇമേജ് എന്ന് പറയുന്നത് ഒരു മാസ് ഫുൾ ഓഫ് ചെയ്യാനുള്ള ഇതും ഒരുപാട് വലുതാണ്. പക്ഷെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റുകളല്ല മനസ്സിലാക്കാൻ ഭയങ്കര സട്ടിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻട്രോ ഷോട്ട് പോലെ വളരെ അയാളുടെ എല്ലാ ഇന്റലിജൻസും കാണിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സട്ടിലായിട്ടാണ് കാണിക്കുന്നത്. ലുക്കിനെ വെച്ചിട്ട് ഒരു മാസ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെന്താ അത് വേറെ ആളല്ലേ. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ
ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരം ഒരു സിനിമയല്ല. നിങ്ങൾ കണ്ട പോലെ ഉണ്ടാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിനിമയ്ക്ക് അത് അത്രയും മതി. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത്രയും പെർഫോമൻസിനെയും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിയല്ല. അതുകൊണ്ടാണ് നസ്ലന്റെ സിനിമകളുടെ മാസീവ് സക്സസ് കാരണം ആരാധകർക്കിടയിൽ നസ്ലൻ ഒരു വരുംകാല സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്കുണ്ട്. അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവനടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടന്റെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണ്? ആരോപണങ്ങളാണോ? അപ്രിസിയേഷൻസിന് അല്ല, ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്നുള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല. ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ട്രോൾ വീഡിയോ ഒക്കെ അല്ലാതെ അവിടുത്തെ ഓഡിയൻസ്, തെലുഗു ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലയ്യാന്ന് വിളിക്കാൻ പട്ടൊന്നുമില്ലല്ലോ. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് പറഞ്ഞു. സത്യമായിരുന്നു. ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത്. അവർക്കൊരു 2 സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഇടയിൽ വേണമായിരുന്നു. അപ്പോൾ അത് വലിയൊരു സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. അച്ഛൻ്റെ മോൻ ഇപ്പൊ ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയുടെ റൈറ്ററാണ്. ഇപ്പൊ ഇവിടെ തന്നെ അതെ. അപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരും ഒരു ഭയങ്കര പിള്ളേർ വൈബാണ്. അപ്പോ ചേട്ടൻ ഈ പടത്തിന്റെ ഒരു റൈറ്റിംഗ് നിർവഹിക്കുമ്പോ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ? ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലോട്ട് ഇറങ്ങിച്ചത് അല്ല, അങ്ങനെയല്ല. ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ടേ, ക്യാരക്ടേഴ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ടേ, അവരുടെ സംഭാഷണങ്ങളിലേക്കൊക്കെ? ഭയങ്കര എളുപ്പമായിരുന്നു. റഹ്മാന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഗ്രൂപ്പിങ്ങിൽ ഇവരെല്ലാവരും സെറ്റായിരുന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയായിക്കൊണ്ടിരുന്നത്. പിള്ളേർ ആണ്, അവരൊന്നും വേണമെങ്കിൽ ഞാനൊരു ചൂടായി ആ തന്തവിവാന്ന് പറയും. ആ കാര്യം പറഞ്ഞു, ഞാനെന്ത് പറഞ്ഞാലോ അതിനകത്തൊരു കൗണ്ടേഴ്സ് കാർക്കിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവരിലേക്ക് അടുക്കലേക്ക് അപ്പോൾ റഹ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു. പലപ്പോഴും ഞാൻ ഓരോ ആർട്ടിസ്റ്റിനെങ്കിലും കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന പരിപാടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. റഹ്മാന്റെ സ്ക്രിപ്റ്റ് കൊടുക്കുക, റഹ്മാനത് മനസ്സിലായിട്ടുണ്ട്, റഹ്മാനായിരിക്കും എല്ലാവരോടും അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിലൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അല്ലാതെ ഞാൻ പോയി വെറുതായിട്ട് നിന്നിട്ട് സ്ലാങ് കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതുകൂടെ എളുപ്പമായിരുന്നു പരിപാടി. ഭയങ്കര ഡയലോഗ് എഴുത്തിനൊരു ഭാരം അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ സീനുകളെല്ലാം റഹ്മാൻ തലേദിവസം രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു തരിക. അപ്പൊ അത് പക്ഷെ അതൊരു രസമായിരുന്നു. ഒരു 95 ദിവസം അത്ര ഒരു ചർച്ചയും ഡിസ്കഷനൊക്കെ ഫുൾ ടീമായിട്ടൊക്കെ ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസവും ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കാണെങ്കിൽ 4 മണിയാകുമ്പോൾ എല്ലാവരും വന്നിരുന്നു 1 മണിക്കൂർ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനിനെ കുറിച്ച് ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയത്. ഇവിടെ ഇപ്പൊ ബാക്കിയിരിക്കുന്ന യങ്സ്റ്റേഴ്സില്ലേ, ആക്ടേഴ്സ്, അവരോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, ഇതിന്റെ നിർമ്മാതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഡീലിങ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയോടെയാണോ നിങ്ങൾ നോക്കിക്കുന്നത്? ഇപ്പൊ നസ്ലൻ തന്നെ ഒരു അധ്യാപകന്റെ മുന്നിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഭവ്യതയൊക്കെ ഇടയ്ക്ക് ഇരുന്നായിരുന്നു വന്ന സമയത്ത്. ഇപ്പില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിങ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരവക്കാരനാണോ ഖാലിദ് റഹ്മാൻ? ഇല്ല, ഞാൻ ആദ്യമേ അധികം എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വന്നൊരു സിനിമയാണ് റഹ്മാനിക്കയുടെ സിനിമ. അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇൻഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന റഹ്മാനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഷൂട്ടിൻ്റെ ആദ്യത്തെ ഒരാഴ്ച തന്നെ അത്രയും പോകേണ്ടി വരുന്നില്ല. നമ്മൾ ആദ്യമേ
ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് അങ്ങനെ റഹ്മാനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഇടപഴകിക്കൊണ്ടിരുന്നത്. അപ്പം ഡയറക്ടർ സീറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ റഹ്മാനൊക്കെ എന്തായാലും ഒരു ബ്രദറിനെ പോലെയാണ്. നമുക്ക് അത്രയും പാടുണ്ടായിരുന്നു. അപ്പോൾ ഓർഗനൈസിക്കുന്ന 3 പേരില്ലേ നായകന്മാര്, അവർക്കൊന്നും വായി കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാന നൽകിയ എക്സ്പീരിയൻസ്? ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി എന്നൊന്ന് പറയാമോ? ഈ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ്. ഒരു 3 റൗണ്ട് എനിക്കുണ്ടായിരുന്നു, നന്ദയ്ക്ക് ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു, അനഘയുടെ എനിക്കറിയില്ല. പക്ഷെ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഓൾ വെന്റ് സ്മൂത്ത്ലി. സോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഞാനും ഓഡീഷൻ വഴിയാണ് വന്നത്. എന്താ പറയുക, ഫസ്റ്റ് മൂവിയാണ്. അപ്പം എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇത്രയും നല്ലൊരു കാസ്റ്റിംഗ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ്. അതുകൊണ്ട് ലക്കി കുറേ പഠിക്കാൻ പറ്റി. എനിക്ക് ആദ്യം ഇതെല്ലാം അസോസിയേറ്റ് ആണ് കോൾ ചെയ്യുന്നത്. ആരാ സജസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല, പേര് പറഞ്ഞ കാതിൽ കണ്ടിട്ടാണെന്നാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ബോക്സറിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സേവിങ് ഞാൻ അത് തന്നെ അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റ് ചെയ്ത് ഒരു സ്ക്രീൻ ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ കൺഫേം ചെയ്തു. യെസ്, ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ഉണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് അത് ഞാൻ അതിനകത്തൊരു ജാടയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യുകയും അതിന്റെ ഔട്ട്പുട്ട് നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളത്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുവിധം എല്ലാവരെയും തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അത് ഷോൺ, അടുത്തിരിക്കുന്നത് മിസ്റ്റർ സമീർ. അദ്ദേഹം ഈ സിനിമയിൽ എൻ്റെ കോ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പാണ് ഈ സിനിമയുടെ കൂടെയുള്ള. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഞങ്ങളുടെ കൂടെയുള്ള സുബീഷ് ഉണ്ട്, ജോബിനുണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കയറിയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം സന്ദീപ്. ഇത് ശ്രീനിയാണ് ഈ സിനിമയുടെ തിരക്കഥ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ ഈ സിനിമയിൽ ആദ്യം ജോയിൻ ചെയ്ത ഒരു ടെക്നിക്കലായിട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കക്ഷിയാണ്. ഇത് പിന്നെ അറിയാം, ഇവരൊക്കെ ആക്ടേഴ്സാണ്. പുറകിലിരിക്കുന്നവരെ നിങ്ങൾക്കറിയാം. ജോഫിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഫിലിന്റെ ടീമിന്റെ ഹെൽപ്പുമാണ് ഈ സിനിമ ഇവിടെ ഇത്രയും എത്തി നിൽക്കാനും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് കിട്ടാനും കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞങ്ങളുടെ ഇൻവിറ്റേഷനിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ അതൊക്കെ അത്രയും വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്വാതന്ത്ര്യം നശിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നൊരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന ലഭിച്ചിരിക്കുകയാണ്. ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ കത്തിരിക്കുന്ന പരിപാടി മോശമാണ്. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്തവശങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷേ
ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള ഈ രീതിയിൽ ഞാൻ അത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗൻഡ സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഖാലിദ് റഹ്മാന്റെ അടുത്ത പടം രാജുവേട്ടനായിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നുണ്ട് കേൾക്കണതിൽ എത്രത്തോളം സത്യമുണ്ട്? ഒരുപാട് ഡിസ്കഷൻസ് നടന്നേ ഉള്ളൂ, അതിലൊന്നും ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. ഇനിയെങ്കിലും ഒരു വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം. അങ്ങനെയല്ല, ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരാഗ്രഹം. രാജുവേട്ടനായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ?